എഴുന്നള്ളിച്ചുകൊണ്ട് എന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എനിക്ക് എങ്ങനെ പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നാലും നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. എനിക്കെന്താണ് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അല്ല, കേന്ദ്ര മന്ത്രിയാണല്ലോ. അയാൾക്ക് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരമില്ലല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് പറയും. ഇപ്പൊ അയാള് പിന്നെ നാക്കെടുത്ത കള്ളത്തരം പറയുന്ന ഈ മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. പുതുശ്ശേരിയില് കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ കള്ള വോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ്. ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ്, യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ്. കള്ള വോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ള വോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിലൊരു കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ്. ഇപ്പൊ കള്ള വോട്ടിന്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് ഇപ്പൊ നാട്ടുകാർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോ സിനിമ സ്റ്റൈലില് കലിംഗൻ നോവൽ വന്നത്. ഈ പഴയ കാലത്ത് സിനിമയിലൊക്കെ പ്രണയ പിന്നെ കഥയെല്ലാം ഷൂട്ട് ചെയ്യുന്ന കലിംഗിന്റെ നായകൻ ഇരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോ സിനിമാ ശൈലിയിൽ ഇപ്പോൾ കലിംഗിന്റെ അടുത്ത് കലിംഗിസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ. ഇയാള് കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്ര മന്ത്രിയായിട്ട് ഇത്തിരി ദിവസമായല്ലോ. ഈ നാട്ടിന് വേണ്ടി എന്തോന്ന് ചെയ്ത്? ഒരു മുട്ടുസൂചിന്റെ പ്രയോജനമെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാ? ചുമ്മാ ഇനി പിന്നെ വായിത്തോന്നിനെല്ലാം അങ്ങ് വിളിച്ചോറിഞ്ഞു നടക്കുക. പാവങ്ങൾ അപേക്ഷ കൊണ്ടിരുന്ന അടിച്ചോടിക്കുക. അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും പട്ടികജാതിക്കാരന്റെയും അവരുടെ ഒന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവുമില്ല. അയാൾ കേൾക്കുകയില്ല. നിവേദനം വാങ്ങിയിട്ട് പാവപ്പെട്ട ഒരാളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് കൈ കരച്ചു വിട്ട് തുറച്ചവനാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ പറയുന്നൊന്നും വിശ്വസിക്കുന്ന കാര്യമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ, എനിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനമല്ല, ഞാൻ പഴയതുപോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും 8 നിലയെ പൊട്ടും, അതിന് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഉള്ള ജോലി വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. വേറെ നല്ല ചെറുപ്പക്കാർ നല്ല പയ്യന്മാരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. ഇതെല്ലാം കേരളം തള്ളിക്കളഞ്ഞ ആളല്ല. ഇയാളില്ലെങ്കിൽ തന്നെ അഭിനയമൊന്നും ഇല്ലല്ലോ. ശരീരത്തിന്റെ ഒരു തടി കാണിച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ, മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയോ പിന്നെ അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതല്ലല്ലോ. അയാൾക്കൊരു ദേശീയാടിസ്ഥാനത്തിലുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല.